അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള കുറച്ചെങ്കിലും ആളുകൾ കുറച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് മനാഫ് അർജുൻ വിഷയമാണ്. ഈ ഒരു വിഷയം കുറച്ച് മുമ്പ് തന്നെ വർഗീയപരമായി, അഥവാ ലോറി ഉടമ മനാഫും മരിച്ച ഡ്രൈവർ അർജുനുമായപ്പോഴേ ഈ ഒരു വിഷയം ഒരു മതത്തിൻ്റെ വേലിക്കെട്ട് കൊണ്ട് വേർതിരിക്കാൻ ശ്രമിച്ചതാണ്. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് വിഷയങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേരള സമൂഹത്തോട് പറയാണ്, അല്ലെങ്കിൽ എന്നെ കാണുന്ന പ്രിയ സുഹൃത്തുക്കളോട് പറയാണ്, ഒരാളെയും അധികമായി കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പലതും ചകഞ്ഞ് അന്വേഷിച്ച് പോകുന്ന പല ഘടകങ്ങളുണ്ടാവും. പണമാവട്ടെ, പ്രശസ്തിയാവട്ടെ, അതൊക്കെയാണ് ഈ ഒരു കേസിലും. ഇന്നലെ മനാഫിനെതിരെ വളരെ രൂക്ഷമായിട്ട് അർജുൻ്റെ കുടുംബം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലായത്. നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? ലോറി ആയിട്ടും ബസ്സായിട്ടും ഒരുപാട് ആളുകൾ ഡ്രൈവർമാരായിട്ടും അല്ലാത്തവരൊക്കെ മരണപ്പെടുന്നുണ്ട്. ഒരുപാട് ലോറി ഡ്രൈവർമാർ മരണപ്പെട്ട് ആ മരണപ്പെട്ട കുടുംബത്തിന് ആ ലോറി ഉടമ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യുക, സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുക എന്നതിലുപരി ഇത്രയൊരു വലിയൊരു വാർത്തയാകുന്നത്, ഈ ഒരു അർജുൻ്റെ കേസിൽ വലിയൊരു വാർത്തയാവുന്നത് മനാഫിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ആ ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലും അതിൽ ആ ലോറി മാത്രമല്ല പെട്ടിരുന്നത്, മറ്റുള്ള വാഹനങ്ങളും പെട്ടു എന്നൊക്കെയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത്. പക്ഷെ അതിൻ്റെ ഒന്നും ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഇതുവരെ എന്താണെന്ന് പോലും നമ്മൾ അന്വേഷിച്ച് ചെല്ലാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ശിരൂരിൽ ഉണ്ടായ ആ ഒരു മണ്ണിടിച്ചിലും അതിൽ മരണപ്പെട്ട അർജുനും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ, പ്രൈം ടൈം ന്യൂസുകളിലാവട്ടെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അന്ന് മുതലേ ഉണ്ട്. പക്ഷെ ഇന്നലെ വീണ്ടും അത് ഒരു സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു രൂപത്തിലേക്കാണ് ഈ ഒരു വിഷയം കൊണ്ടെത്തിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചെങ്കിലും ആളുകൾ അന്നേ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഒരു മതത്തിൻ്റെ വേലിക്കെട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്ന് കുറച്ച് ബുദ്ധിയുള്ള കുറച്ച് ആളുകൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഈ വിഷയം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മനാഫിനെ അർജുൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഏകദേശം 71 ദിവസം അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭവങ്ങളും മാറ്റിവെച്ച് ചില സമയങ്ങളിൽ അദ്ദേഹം നാട്ടിൽ വരുന്നു, വീടിന് കുടുംബത്തോടൊപ്പം കഴിയുന്നു എന്നുള്ളതൊഴിച്ചാൽ മിക്ക സമയവും അദ്ദേഹം അവിടെ തന്നെയാണ്, ആ ശിരൂരിൽ തന്നെയാണ്. മനാഫ് ഇത്രത്തോളം ആ ഒരു കേസിൽ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ അവസാനിച്ചത് അല്ലേ? നിങ്ങളെങ്കിൽ അത്രയും നിറഞ്ഞൊഴുകുന്ന ആ ഒരു പുഴയിൽ ഒരു ലോറി പെടുന്നു, ആ ഡ്രൈവർ മരിക്കുന്നു, അത് അതിൻ്റെ ആ ലെവലിൽ അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ മനാഫ് എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് 72 ദിവസങ്ങൾക്ക് ശേഷവും ആ ഒരു ബോഡി അവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റിയത്. ഇതിനൊന്നും നമുക്ക് കേരളത്തിൻ്റെ ആളുകൾക്ക് മറന്നു പോകാൻ പറ്റില്ല. ഇതിനെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് അല്ലെങ്കിൽ മതപരമായിട്ട് വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ മനാഫ് ഒരുപാട് ഷൈൻ ചെയ്തു എന്നൊക്കെയാണ് അവരുടെ ഫാമിലി, അർജുൻ്റെ ഫാമിലി പറയുന്നത്. യൂട്യൂബ് ചാനൽ മനാഫ് തുടങ്ങിയത് ഇന്നലെ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ ഈ അർജുൻ്റെ ബോഡി കിട്ടിയതിൻ്റെ ശേഷമല്ലല്ലോ. അതിന് മുമ്പും ഇവർക്ക് ഈ ആരോപണം ഉന്നയിക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ മനാഫിന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണോ അവൻ്റെ കുടുംബം പോറ്റാൻ? അല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക. പല ആളുകളെയും ധാരണ അങ്ങനെയാണ്. യൂട്യൂബ് ചാനൽ 1 ലക്ഷം ആളുകൾ അല്ലെങ്കിൽ 2 ലക്ഷം ആളുകൾ കണ്ടാൽ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ധാരധാരയായിട്ട് വരുമെന്നാണ് പല ആളുകളെയും ധാരണ. പഴയ കാലത്താണെങ്കിൽ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളും സത്യമാണെന്ന് വിചാരിക്കാമായിരുന്നു. ഇപ്പോൾ എന്തായി? ആ യൂട്യൂബ് ചാനലാണ് പ്രതി എന്നുള്ള ലെവലിൽ അതിങ്ങനെ വളച്ചൊടിച്ച് ഇന്നലെ ഈ ഒരു വിഷയം കത്തി വരുന്ന സമയത്ത് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ വെറും 11,000 സബ്സ്ക്രൈബേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ. ഇപ്പോൾ യൂട്യൂബ് ചാനലാണ് അവർ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. പക്ഷേ ആ യൂട്യൂബ് ചാനൽ മനാഫിന് അതിഗംഭീര സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, മനാഫിന് കേരള സമൂഹം കൊടുത്ത ഒരു ഇടമുണ്ട്. മലയാളികളുടെ മുഴുവൻ ഇടനെഞ്ചിൻ്റെ അകത്താണ് മനാഫിന് കൊടുത്ത സ്ഥാനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ലോറി ഡ്രൈവർ എന്നതിലപ്പുറത്തേക്ക് മനാഫ് അർജുനെ കണ്ടത് സ്വന്തം സഹോദരനായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാമ്പുണ്ടല്ലോ അതിൽ, ഒരു അർജുൻ അല്ലെങ്കിൽ മനാഫ് എന്ന് പറയുമ്പോൾ രണ്ട് മതത്തിൽപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. ആ ഒരു സംഭവത്തെ വളച്ചൊടിക്കുന്നതിന് പകരം കേരള സമൂഹം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പുതിയ ഉദാഹരണമായിട്ട് നെഞ്ചേറ്റി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു യൂട്യൂബിൻ്റെ ചാനലിൻ്റെ വളർച്ച. നിങ്ങളൊന്ന് ആലോചിക്ക്, വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബാണ് ഈ മനാഫിൻ്റെ ചാനലിലേക്ക് ഒഴുകി വന്നത്. ഞാൻ അതിന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കൂരായണ. ചില ആളുകൾ പറയും മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ കുട ഒരു ബാധ്യതയാണെന്നല്ലേ അല്ലേ? നമ്മൾ കക്ഷത്തും ബാഗിലൊക്കെ വെച്ചുകൊണ്ട് ഈ പണ്ടാറ് നമ്മളൊക്കെ പറയാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ്റെ ബോഡി കിട്ടി. ഈ ബോഡി കിട്ടുന്നതിൻ്റെ മുമ്പാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. അർജുൻ്റെ ബോഡി കിട്ടി. അതിലെ ചിതയിൽ തീ അടങ്ങും മുമ്പ് വെറുതെ പല്ലിൽ കുത്തി മണപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്.
അർജുൻ്റെ ഫാമിലി പറയുന്നത് അവർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ പല വീഡിയോസിൻ്റെയും അടിയിൽ വരുന്ന ബാഡ് കമൻറ്റ് കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ സംഭവം ഒരു പരിധിവരെ സത്യം തന്നെ ആയിരിക്കാം. ഒരു പരിധിവരെ നമുക്ക് പറയാം, നമ്മളൊക്കെ വീഡിയോ ക്രിയേറ്റേഴ്സാണ്. നമുക്ക് വരുന്ന ചില വളരെ ഹേർട്ട് ചെയ്യുന്ന കുറേ കമൻറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തിന് ആകെ സങ്കടമായിരിക്കും. ഇത് തന്നെ ആയിരിക്കാം മേ ബി ആ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, പല്ലിൽ കുത്തി മണപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിനെതിരായ ഒരു കുടുംബം ഇന്നലെ മുതൽ ഈ അർജുൻ്റെ കുടുംബമായിരിക്കും. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ അർജുനെ പൊക്കിയെടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ അളിയനും അനിയനും പെങ്ങന്മാരും വന്ന് ഇതേപോലത്തെ പത്രസമ്മേളനം വിളിക്കാത്തത്? നിങ്ങൾ എന്തിനെയാണോ പേടിച്ചത് അത് ശക്തമായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അവർ പറയുന്നു പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പഠനം നിർത്തിയതാണ്, അർജുൻ്റെ ചെലവിൽ കഴിഞ്ഞത് വളരെ കാലങ്ങൾ മുമ്പെയാണ്. ഒക്കെ ശരിയാണ്, അതൊക്കെ മലയാളികൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ത്രാണിയും എല്ലാം മലയാളികൾക്കുണ്ട്. പക്ഷെ മിക്ക ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ചില പുഴുക്കുത്തുകൾ നിങ്ങളെ ഫാമിലിയെ വന്ന് സൈബർ അറ്റാക്ക് നടത്തിയതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ വെറുതെ ഈ ഒരു വിഷയം പൊട്ടിപ്പൊളിച്ച് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ചിത്രീകരിച്ച് ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മനാഫ് എന്ന് പറയുന്ന നല്ല മനസ്സിനുടമയായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെയെങ്കിലും ആയിപ്പെട്ടത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മനാഫ് എന്നുള്ള ഒരു മുസ്ലിം പേര് കൊണ്ട് മാത്രം അദ്ദേഹം അന്ന് ഈ ഒരു വിഷയം ബോഡി കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോറിക്ക് പേരിടണവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് പ്രിയപ്പെട്ട മനാഫിനോട് വളരെ സ്നേഹത്തോടുകൂടി, ഞാൻ വ്യക്തിപരമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്, നമുക്ക് ഈ മാധ്യമങ്ങളിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ലോറി എന്തിനാണ് അർജുൻ്റെ പേര് വലിച്ചിടുന്നത് എന്നല്ല ചോദിക്കാണ്. അവർക്ക് ആവശ്യമില്ലാതെ വേണ്ടെന്നേ നമുക്ക് ഒഴിവാക്കി കളയാം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ വാങ്ങി തലയിൽ വെക്കുന്നത്? പിന്നെ നിങ്ങൾ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ചാറ്റ് ഇന്നലെ എവിടെയോ ഞാനൊരു വീഡിയോ കണ്ടു. സെപ്റ്റംബർ 6 നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് അനധികൃതമായി വളരെ തകൃതിയായിട്ട് ലോറി ഗ്രൂപ്പുകളൊക്കെ നടക്കുന്നു, അത് നിർത്തിവെക്കണമെന്ന് നിങ്ങൾ പറയുന്നൊരു വോയിസാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിലും നിങ്ങൾ നിരപരാധിയാണ് എന്ന് തന്നെയാണ് അതൊക്കെ വ്യക്തമാക്കുന്നതും. പിന്നെ അർജുൻ്റെ ഫാമിലിയോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയ അനിയനും പെങ്ങളും അളിയനും കൂടി അവരോടൊക്കെ പറയാനുള്ളത്, ഇതിങ്ങനെ വരുള്ളൂ എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഞങ്ങൾ ആദ്യം മുതലേ ചിന്തിച്ചതാണ്. എന്തായാലും നിങ്ങൾ പേടിച്ച ആ ഒരു സൈബർ അറ്റാക്ക് അതിരൂക്ഷമായി തന്നെ നിങ്ങളെ തിരഞ്ഞു കുത്തുകയാണ്. ഇനി എനിക്ക് പ്രബുദ്ധരായ മലയാള സുഹൃത്തുക്കൾ ഒരു കാര്യം പറയാനുണ്ട്. ഒരു വിഷയത്തിലും എത്ര വലിയ വിഷയമാണെങ്കിലും അതിൽ ആത്മാർത്ഥത പരിധിയിൽ കൂടുതൽ ആവാതിരിക്കുക എന്നുള്ളതാണ്. അത് കുടുംബമാവട്ടെ, സുഹൃത്താവട്ടെ, ഏത് ബന്ധമാവട്ടെ, ആത്മാർത്ഥമായ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അവസാനം ഇതേപോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിൻ്റെ പുറകിൽ വ്യക്തമായ രാഷ്ട്രീയം ആരോ കളിക്കുന്നുണ്ട്, അതിൽ ഒരു സംശയമില്ല. അർജുൻ്റെ ഫാമിലിയെ വെച്ച് ഈ മനാഫ് എന്ന് പറയുന്ന ഈ ഒരു ലോറി ഉടമ എന്ന് പറയുന്ന ആളെ കരുവാക്കാനും ഇതിൻ്റെ ഇടയിൽ ഒരു മതസ്പർദ്ധ വളർത്താനും, അല്ലെങ്കിൽ ഇതിൽ പക്ക പൊളിറ്റിക്സ് ഇതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മലയാളികൾ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് അർജുൻ്റെ ഫാമിലി. നിങ്ങൾ ആരെങ്കിലും പിരികേറ്റി വിട്ടതാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ ഒരു ഇത്രയും വാർത്തയിൽ ഇടം നേടിയത്. മനാഫിനെതിരെ ഇപ്പോൾ കർണാടക പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ മുങ്ങൽ വിദഗ്ധനെ പറ്റിയൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആർക്കും എന്തുണ്ടാവും? ലാഭം ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ട്. അത് ചിന്തിക്കുന്നിടത്തോളം കാലം, അത് ചിന്തിച്ച് വിജയിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എപ്പോഴും കേരള ജനതയ്ക്ക് എതിരായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.